ഹൃദയ കലാസ്നേഹികളെ, I know you guys come here to see some roast or nutshell, at least some amount of fun, but rather today I'm gonna talk about something which deserves an attention. എന്റെ ഓഡിയൻസ് കുറച്ച് സെൻസിബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആണെന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെയും കമന്റിലൂടെയും ഞാൻ താത്വികമായി ഒന്ന് മനസ്സിലാക്കുകയാണ്. തെറ്റിദ്ധാരണ അല്ല എന്നാണ് എന്റെ ഒരു ഇത്. നിങ്ങൾ ഇതിനോടകം തന്നെ പെഡി മൂവിയുടെ റോസ്റ്റ് കണ്ടു കഴിഞ്ഞിരിക്കണം. ഞാൻ ആ പടത്തെ ഇവിടെ റോസ്റ്റ് ചെയ്യാനല്ല വന്നത്. ഞാൻ ഈ പടത്തിൽ കണ്ട കുറച്ച് ക്രിയേറ്റീവ് ഫ്രീഡത്തെ നിങ്ങളോട് കൂടി ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതിയാണ് വന്നത്. വെറും ക്രിയേറ്റീവ് ഫ്രീഡം അല്ല, ക്രിയേറ്റീവ് ഫ്രീഡം ഫോർ സെക്ഷലൈസിംഗ് വുമൺ അറ്റ് ഇറ്റ്സ് പീക്ക്. എനിക്ക് തോന്നുന്നത് ഈ പടം ക്രിക്കറ്റ്, റെസ്ലിംഗ്, പാരാ ഒളിമ്പിക്സ് പോലത്തെ അത്ലറ്റിക് കലകളെ ബിഗ് ബജറ്റിൽ എങ്ങനെ കളിയാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണ് എടുത്തത് എന്ന് തോന്നുന്നു. Now the main problem. നിങ്ങൾ അറിഞ്ഞു കാണണം, തന്റെ ശരീരം അനാവശ്യമായി സെക്ഷലൈസ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നതിനെതിരെ വളരെ സങ്കടത്തോടെ ഇതിലെ നായികയായ ജാൻവി കപൂർ നടത്തിയ പരാമർശം. But that's very different from sexualizing someone, especially without their consent. That in any and every form I'm not okay with. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എന്റെ പോഡ്കാസ്റ്റിലും വാട്സാപ്പിലും 4 ആള് കൂടുന്ന കവലയിലും പോയി കുത്തിരുന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സ്ത്രീകളെ അനാവശ്യമായി ഓവർ സെക്ഷലൈസ് ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ ഓരോ ഘോര പ്രസംഗം നടത്തിയിട്ട് 10 പുത്തൻ കൈ കിട്ടുമെന്ന് തോന്നുമ്പോ ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാണ്. ഈ സിനിമയിൽ വെറുതെ നടന്നു പോകുന്ന ജാൻവി കപൂറിന്റെ നിതംബത്തിലും മാരണത്തിലും മാനസാന്തരത്തിലും വരെ ക്യാമറ പല ആംഗിളിലൂടെ ഷൂട്ട് ചെയ്ത് അതെല്ലാം തിയേറ്ററിൽ കൊണ്ടുപോയി വലിയ സ്ക്രീനിൽ കാണിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോ അത്തരം സീനുകളും അൺഎത്തിക്കൽ ജോക്സും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കട്ട് ചെയ്ത് മാറ്റിയാണ് OTTയിൽ വന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, ജാൻവി കപൂറിന് ഇതൊരു പുത്തരിയായ കാര്യമല്ല. ഫോർ ആൻ എക്സാമ്പിൾ, നിങ്ങൾ ദേവറ സിനിമ നോക്കൂ. തുണി അഴിച്ചിട്ട് ആട്ടം തന്നെയാണ് അതിനകത്ത് മുഴുവനും. കാക്കനോട്ടം നീട്ടിയെന്റെ കരളുകൊത്തിയ പെണ്ണേ, ചുമ്മാ നടന്നു പോകുമ്പോഴൊക്കെ സാരി അഴിഞ്ഞു വീഴുമത്രേ. ഇത്തരം സിനിമകളൊക്കെ സ്ക്രിപ്റ്റ് പോലും വായിച്ചു നോക്കാതെയാണോ കേറുന്നത് ജാൻവി അച്ചിയായി? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ അംബാനിയുടെ ബുദ്ധിയും അദാനിയുടെ ശക്തിയും ഒന്നും ആർക്കും വേണ്ട. എന്നിട്ട് ഇതൊക്കെ കൈയോടെ പൊക്കി നാട്ടുകാരെ വിമർശിക്കുമ്പോ എന്നും പറഞ്ഞ് കരച്ചിലോട് കരച്ചില്ല. വസ്ത്രം ധരിച്ചുകൊണ്ട് എങ്ങനെ ശരീരം പ്രദർശിപ്പിക്കാം എന്നൊരു മാസ്റ്റർ ഡിഗ്രി ആണെങ്കിൽ അതിന്റെ മാനുഫാക്ചറർ ആണ് ജാൻവി കപൂർ. അല്ല, ഒരു തരത്തിൽ പറഞ്ഞാൽ വസ്ത്രം ഒരു ആഭരണം തന്നെയല്ലേ? ആഭരണം ഒരു അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുവാണ്. ഈ സിനിമയിൽ ജാൻവി അച്ചി രാത്രിയൊക്കെ വരുമ്പോ ടോർച്ച് എടുക്കൂല, വിളക്കെടുക്കൂല, 2 മിന്നാമിനിക്കിന്റെ നുറുങ്ങു വെട്ടം പോലും കാണൂല. ആസ് കാണിക്കാൻ ചേച്ചി റോഡിന് നടുക്ക് നൂന്ന് നിന്ന് ദേഹത്ത് കിടക്കണ ഹാഫ് സാരി ഉരിഞ്ഞ് കത്തി, എന്നിട്ട് അതിലെ വെളിച്ചത്ത് തീ കായും. അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരി. പെണ്ണെ, എന്താണ് പെണ്ണ് സ്വന്തം സാരി ഉരിഞ്ഞ് കത്തിക്കേണ്ട ആവശ്യം? പടത്തിൽ എഡിറ്റർ കട്ട് ചെയ്ത വയർ സീനൊക്കെ പുറത്തു പോയി അത് മൊത്തം വൈറലാണ്. ജാൻവിയുടെ വയർ സീനൊക്കെ കട്ട് ചെയ്യാൻ മാത്രം പ്രത്യേകം ബാറ്റയാണ് കൊടുത്തത്. എഡിറ്റർ അതും വാങ്ങിച്ച് വീട്ടിൽ പോയപ്പോ വീണ്ടും വിളിക്കണ്, സ്പെഷ്യൽ ബോണസും കൂടി തരാന്ന്. 10 ചില്ലറ കൈ കിട്ടുമെന്ന് പറഞ്ഞ അവനും ചെന്ന് കട്ട് ചെയ്ത്. എന്ത് നിങ്ങളൊക്കെ ശരിക്കും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? പാൻ ഇന്ത്യൻ റീച്ചിൽ ഒരു പടം ഇറക്കി വിട്ടിട്ട് അത് പലതരം ഓഡിയൻസിലേക്ക് എത്തിച്ചിട്ട് സ്ത്രീ ശരീരത്തെ മനഃപൂർവ്വം വിൽപ്പന ചരക്കാക്കി എക്സ്പോസ്ഡ് ആൻഡ് എക്സാജുറേറ്റ് ചെയ്ത് കാണിച്ചിട്ട് വിമർശനങ്ങൾ വരാതിരിക്കണോ? നോ, അവർക്കറിയാം. They want this to be sold. ജാൻവിയൊക്കെ പോലെ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു നെപ്പോ പ്രൊഡക്റ്റിന് തന്റെ ശരീരം കാണിക്കാൻ വേണ്ടി മാത്രം സിനിമയിൽ അഭിനയിക്കുന്നത് എത്ര കഷ്ടമാണ്. നിങ്ങൾ ഇവളുടെ അംഗലാവണ്യം അല്ലാതെ മര്യാദയ്ക്ക് അഭിനയിച്ച് ഫലിപ്പിച്ച മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു സീൻ പറ. പിന്നെ ഇതൊരു ജാൻവി കപൂർ മാത്രം പ്രശ്നമല്ല. നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും സിഡ്നി സ്വീനി എന്ന പേര് കേട്ടിട്ടുണ്ടോ? യെസ്, അത് തന്നെ. ഈ പറഞ്ഞ സിഡ്നി ഒരു നല്ല ആക്ട്രസ് ആണെന്ന് വിലമതിക്കുന്നവർ ഒന്ന് കൈപൊക്കിയേ. അപ്പൊ പിന്നെ മറ്റെന്ത് കണ്ടിട്ടായിരിക്കും നിലവിൽ ഇവരെ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്?
ഇപ്പൊ സ്വന്തമായി പ്രൊഡക്ഷൻ കമ്പനി വരെ ഉണ്ട്. അതിലും ഏറെക്കുറെ കാണിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. സിമിലർലി അറിഞ്ഞുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും വോളണ്ടിയർ ഒബ്ജക്ടിഫിക്കേഷൻ നടത്തി ലൈം ലൈറ്റിൽ പിടിച്ചു നിന്ന് സ്റ്റാറാകാൻ ശ്രമിക്കുന്നവരും സ്റ്റാർ ആയവരും ഇനിയും അതിനുവേണ്ടി ശ്രമിക്കാൻ തയ്യാറെടുക്കുന്നവരും ഒട്ടനവധി നിരവധിയാണ്. അന്ന് നയൻതാര മുതൽ ഇന്ന് തമന്ന വരെ, ഇപ്പയിലെ ശ്രീവല്ലി മുതൽ ഇങ്ങ് മലയാളത്തിൽ ഘടനത്തിന് പോയി. ഒബ്ജക്ടിഫിക്കേഷൻ ചെയ്യുന്ന മുത്തുമണികൾക്കെല്ലാം വോളണ്ടിയർ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന പദത്തെ പറ്റിയുള്ള അറിവ് നാരായണ അല്ലെങ്കിൽ പറ. ഇത്രയും വലിയ കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന തമന്നയ്ക്ക് ലസ്റ്റ് സ്റ്റോറീസ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? പടത്തിൽ തന്നെ വെറും ഒരു ഐറ്റം ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം വന്ന ശ്രുതി ഹാസൻ എന്തിനായിരിക്കും വരേണ്ട ആവശ്യം? പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ അതൊക്കെ പോട്ടെ, മര്യാദയ്ക്ക് ഒരു സിനിമയിൽ പോലും അഭിനയിക്കാത്ത, ഡാൻസ് കളിച്ചത് കൊണ്ട് മാത്രം പോപ്പുലറായ നോറ ഫത്തേഹി ഒക്കെ എന്ത് മാതളം കാണിച്ചിട്ടാണ് ഇത്രയ്ക്കും ഫേമസ് ആയത്? ദേ ഓൾ ആർ ടാലന്റഡ്, നോട്ട് ഡിനൈങ്. അതിനിടയിൽ കൂടി ഒളിച്ച് കടത്തുന്ന ഒബ്ജക്ടിഫിക്കേഷൻ ഒരു റിയാലിറ്റി ആണ്. പിന്നെ ബോളിവുഡിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ജാക്കുലിൻ, ദിഷ പട്ടാണി, ഒരു അവസരത്തിൽ വിദ്യാ ബാലൻ പോലും ഡേർട്ടി പിക്ചർ ചെയ്തത് തന്റെ വരെ ഒബ്ജക്ടിഫൈ ചെയ്താണ് പിന്നീട് ഈ കാണുന്ന താരമായത്. ബട്ട് ഒരു മറുവശം എന്താ? ഫിലിം ഇൻഡസ്ട്രി ഇന്നും ഒരു മെയിൽ ഡോമിനന്റ് സൊസൈറ്റിയിൽ പെടുന്ന സംഭവമാണ്. ഒരു പരിധിക്കപ്പുറം എത്ര വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള സ്ത്രീയാണ് നിങ്ങളെങ്കിലും ഒരു പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീട് നിങ്ങൾ ആ ട്രാപ്പിലായെന്നും വരാം. ഇന്റൻഷനലി ഇതൊക്കെ കാണിക്കുന്നതും ഒരു കഥാപാത്രത്തിന് വേണ്ടി സെക്ഷലി അപ്പീലിംഗ് ആകുന്നതും തികച്ചും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണെന്നുള്ളത് കൂടി നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇതിനും അപ്പുറം ഈ പടത്തിന് പാലിന് പകരം ഫെർട്ടിലൈസർ കുടിക്കണം നായകൻ രാം ചരൺ തുറന്ന ഗോവിന്ദച്ചാമി നാണിക്കണ തരത്തിലുള്ള വർത്താനം. ഇതൊക്കെ ഹീറോയിസ് ആണടാ നായ, ഇത് റേപ്പ് ജോക്ക് അല്ലടാ. തനിക്കൊക്കെ അറിഞ്ഞൂടാത്തോണ്ടാണ് രാം ചരൺ അണ്ണ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയ താനൊക്കെ ഇമാതിരി പീഡന വർത്താനം സിനിമയിൽ വന്ന് അടിക്കണത്. അല്ല, എത്ര ബുദ്ധിമാനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര പാൻ ഇന്ത്യൻ സ്റ്റാർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര വലിയ ബില്യണയർ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? സ്വന്തമായിട്ട് ജെറ്റ് ഉണ്ടെങ്കിലും ക്രിക്കറ്റും ഫുട്ബോളും തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞൂടാ. ക്രിക്കറ്റിലും ഫുട്ബോളിലെയും പ്ലേയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. And Jasprit Bumrah. Jasprit Bumrah ji, I am your biggest fan. I love football and फुटबॉल को इतने आगे बढ़ रहे हो, बढ़ा रहे हो. फुटबॉल को इतने आगे बढ़ रहे हो, बढ़ा रहे हो. ഈ പടത്തിന്റെയൊക്കെ അവസാനത്തെ എഡിറ്റ് വരെ സ്വാധീനിക്കാൻ കഴിവുള്ള നടനാണ് രാം ചരണൊക്കെ. അതുകൊണ്ട് അറിഞ്ഞൂടാതെയൊന്നും അല്ലല്ല ഇമ്മാതിരി റോങ് മെസ്സേജ് ഒക്കെ കൊടുത്തിട്ട് അവസാനം മാപ്പ് പറയണം. തീർന്നില്ല, ഒരു രാത്രി വീരനായ ഈ 10 വിത്തുകളുടെ ഗുണമുള്ള ഈ ഓച്ചര കാള ഇവളെ കയറി പിടിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നു, എന്നിട്ട് കടന്നു കളയും. എന്നിട്ട് പറയും സ്നേഹം കൊണ്ടാണെന്ന്. ഇത്താണടാ സ്നേഹം നിന്റെ, ഇത്താണടാ പ്രേമം നിന്റെ, ഇത്താണാ മര്യാദ. നീയൊക്കെ ഇമാതിരി പടം എടുത്തു വെച്ചിട്ട് എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കണ? ഇന്ത്യയൊക്കെ ആരാധകർ തലക്കകത്ത് പായസം ഉള്ളവന്മാർ നാളെ ഇതൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും കിളവിനെ വല്ലതും കയറി പിടിച്ചാലോ? അങ്ങനെ സംഭവിക്കൂലെന്ന് ആരുണ്ട്? എന്നിട്ട് അവന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ. പിന്നെന്ത് പറയണ, ജാൻവി അവന്റെ ജസ്റ്റിഫിക്കേഷൻ കേട്ടതും കലിപ്പന്റെ കാന്താരി തന്നെ. പിന്നെ പടത്തിൽ കുറച്ച് അപരാധം കാണിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പറ്റൂലെന്നും പറഞ്ഞ് സ്വന്തം കാല് കഴപ്പ് സമയം മനസ്സിൽ ധ്യാനിച്ച് സ്വന്തമായിട്ട് പിഴുതെറിഞ്ഞ് വികലാംഗനായി മാറി പാര ഒളിമ്പിക്സിൽ പോയി മെഡൽ അടിക്കും. എടാ, നല്ല വൃത്തിയുള്ള ഒരു കാലുണ്ടായിട്ട് അത് മുറിച്ച് കളഞ്ഞിട്ട് നിനക്ക് ഇതിന്റെ ആവശ്യം എന്തായിരുന്നു? ഈ സീനൊക്കെ കണ്ട് ബുദ്ധിയുള്ള ഓഡിയൻസ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ ഈ സിനിമയിലെ വേറെ കുറച്ച് സീനൊക്കെ ആൾക്കാരെ കണ്ടാൽ കുറച്ച് ഓവറാണെന്ന് പറയില്ല എന്നും പറഞ്ഞ് പടത്തിൽ നിന്ന് കട്ടാക്കിയെന്ന്. ഈ തുണി ഒരുന്ന കാമത്തവളയുടെ പീഡക സ്വഭാവമുള്ള പാറക്കോറയിലെ മെറ്റൽ മണിക്ക് പോണ ഓർമ്മയിൽ വന്ന് ക്രിക്കറ്റ് പോലത്തെ എന്തോ കളിക്കാൻ ശ്രമിക്കുന്ന, ഗുസ്തിയോട് ഗുസ്തി പിടിക്കുന്ന, അപരാധങ്ങൾ കാണിക്കുന്ന ഈ ചൂത്തര സിനിമയെ അവർ വിളിക്കുന്ന പേര് റൊമാന്റിക് ഡ്രാമ.